പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടർ പട്ടികയിലില്ലാത്തതിനാൽ പകരം മകളെ കളത്തിലിറക്കുകയാണ് മഞ്ചേരി UDF. മഞ്ചേരി നഗരസഭയിലെ 6ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രശ്മി പ്രഭയ്ക്ക് പകരം മകൾ സ്നേഹയാണ് അപ്രതീക്ഷിതമായി രംഗത്തിറങ്ങുന്നത്. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും അമ്മയ്ക്ക് പകരം മത്സരിക്കേണ്ട സാഹചര്യത്തിലായി മഞ്ചേരി നഗരസഭയിലെ 6ാം വാർഡിലേക്ക് മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി സ്നേഹ PNAക്ക്. അമ്മ രശ്മി പ്രഭയായിരുന്നു ഇവിടെ മുമ്പ് സ്ഥാനാർത്ഥിയായിരുന്നത്. പക്ഷേ അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ മകൾക്ക് മത്സരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നമ്മളൊപ്പം അമ്മയും മകളും ചേരുന്നുണ്ട്, ഒപ്പം പാർട്ടിക്കാരുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ വോട്ടേഴ്സ് പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ടതെന്ന് അറിയില്ല. എന്താന്ന് ഞാൻ ഇത്രയും കാലം വോട്ട് ചെയ്ത് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ അവസാന ഇതിൽ മാത്രമാണ് പേരില്ലാതെ പോയത്. അതെന്താണ് കാരണം അറിയില്ല. വീട്ടിലെ ബാക്കിയുള്ളവരോ പേരുകളോ? മോള് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഞാൻ ഹസ്ബൻഡ് മമ്മി ഞങ്ങൾ 3 ആളെ വോട്ടും പോയിട്ടുണ്ട്. പ്രചരണം തുടങ്ങി 2 ആഴ്ച പിന്നിടാനായിരുന്നു. അതെ 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 ഏകദേശം ആളുകളെ കണ്ട് സംസാരിച്ചു. എല്ലാവരും കണ്ട് സംസാരിച്ചായിരുന്നു. അങ്ങനെയാണ് മകൾക്ക് മത്സരിക്കാനുള്ള സാഹചര്യം ആയത്. എങ്ങനെയാണ് ഈ ഒരു അപ്രതീക്ഷിതമായ സാഹചര്യത്തെ പറ്റി? ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരിത്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എറണാകുളത്ത് പോയതായിരുന്നു. അപ്പോൾ അമ്മ ഇന്നലെ ഇതുപോലെ രാവിലെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പെട്ടെന്ന് വരണം, ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞു. അതെ അതെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നു. ഇത് മുമ്പ് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ഒരു സർപ്രൈസ് ആയിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും പെട്ടെന്നൊരു സ്ഥാനാർത്ഥി എന്നുള്ളതിലേക്ക് വന്നു. ചുമതലകൾ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലോ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നിലും അങ്ങനെ ഇല്ല. പിന്നെ അച്ഛനും അതുപോലെ അമ്മച്ചനും അമ്മയൊക്കെ ആയിട്ട് കുടുംബപരമായിട്ട് രാഷ്ട്രീയം ഉണ്ട്. കോൺഗ്രസ്സുകാർ തന്നെയാണ്. കുറച്ചൊക്കെ. എങ്ങനെയാണ് വോട്ട് ചോദിക്കാൻ ഇറങ്ങുമ്പോൾ ഉള്ളൊരു അനുഭവമൊക്കെ ആദ്യമായിട്ടാണ്, ഇന്നാണ് തുടങ്ങുന്നത്. പിന്നെ അമ്മയും എല്ലാവരും കൂടെ ഉണ്ട്. ആ ഒരു ഇതിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്താണ് മകൾ മത്സരിക്കേണ്ട സാഹചര്യം അപ്രതീക്ഷിതമാണെങ്കിലും എല്ലാ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരുന്നു. അതിൻ്റെ പ്രചരണത്തിലേക്ക് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതായി വന്നു. പക്ഷേ ഈ വാർഡിൽ എങ്ങനെയാണ് അവസ്ഥ? നമുക്ക് കുഴപ്പമില്ല, ഒന്നും പ്രതീക്ഷയുള്ള ഒരു. എങ്ങനെയാണ് സ്ഥാനാർത്ഥി മാറിയതിപ്പോൾ? സ്ഥാനാർത്ഥി മാറിയത് ഞങ്ങളെ ബാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ കൂടെ നിന്നായിരുന്ന വാർഡാണ് ഇതിനോട് ചേർന്ന് വന്നിരിക്കുന്നത്. ഈ വാർഡിലെ ജനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് അമ്മയാണോ മകളാണോ എന്നുള്ളതല്ല, അമ്മയുടെ കൂടെ മകള് ഉണ്ടാവും ഈ വാർഡിലെ ജനങ്ങളെ കൂടെ. 14-ാം തീയതി ഇറങ്ങിയ അന്തിമ വോട്ടർ പട്ടികയിലാണ് ഒരു ഹിയറിംഗ് നോട്ടീസ് പോലും ഇല്ലാതെ ഈ പാരമ്പര്യ കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായ ഇവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. അതിൻ്റെ ഒരു ഞെട്ടൽ അത് ഞങ്ങൾ പതുക്കെ മാറ്റിയെടുത്തോളാം. വാർഡിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. നല്ലവരായ വാർഡിലെ വോട്ടർമാർ അമ്മയ്ക്ക് വേണ്ടി മോളെ കൂടെ നിൽക്കും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ. നിലവിൽ ഈ വാർഡ് കോൺഗ്രസ് ഭരിച്ചിരിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് ബീന എന്നിവരാണ്. തൊട്ടപ്പുറത്തെ വാർഡിലേക്ക് ചേർന്ന് വന്നത് ശ്രീ ഫൈസൽമോൻ പാലായി എന്ന കോൺഗ്രസിൻ്റെ കൗൺസിലറാണ് നിലവിലുള്ള. പ്രതീക്ഷയുള്ള വാർഡ് തന്നെയാണ്. ഞങ്ങൾ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകുന്നത്. അമ്മയുടെ കൂടെ അമ്മയുടെ ഉപയോഗത്തിൽ മകള് ഉയർന്നു വരും എന്നുള്ള പ്രതീക്ഷ അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ കരുതാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിന് പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കേസുമായിട്ട് നിയമത്തിൻ്റെ വഴിയിൽ പോയിട്ടുണ്ട്. എല്ലാ വഴികളും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. അന്തിമ ഡെഡ്ലൈനായി 21-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ഒരു ബുദ്ധിമുട്ടിൽ വന്നു. അതെ, അതെല്ലാം കഴിഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും ഇവരെ മുൻനിർത്തി മുന്നോട്ട് പോകല്ലാതെ മറ്റു വഴികളില്ല. ഈ സംവിധാനത്തിൻ്റെ ഒരു പരാജയം ഇവരനുഭവിക്കുന്നത് മാത്രം വിചാരിച്ചാൽ. എന്താണെങ്കിൽ ഫോട്ടോഷൂട്ട് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരില്ലേ? അതെ, ഫ്ലെക്സ് ഒക്കെ വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ പുതിയത് എന്തായാലും ഫോട്ടോസൊക്കെ എടുത്തു പോയിട്ടുണ്ട്. എന്താണെങ്കിലും പ്രതീക്ഷയോടെ ആത്മവിശ്വാസം മുന്നേറുകയാണ്. സ്ഥാനാർത്ഥി ആര് എന്നുള്ളതല്ല, UDFന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഒപ്പമുള്ളവർ പങ്കുവയ്ക്കുന്നത്. എന്താണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള മറ്റ് നിയമപോരാട്ടങ്ങളെക്കുറിച്ചല്ല, ഇപ്പോൾ ഈ വാർഡിൽ ജയിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് എല്ലാവരും ഒരുമിച്ച് പറയുന്നത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.